സർല ചേച്ചി കാര്യം അല്ലേ? നമുക്കും അറിയാം ഈ കുടുംബത്തിലേക്ക് വന്നപ്പോൾ തൊട്ടുള്ള ആ ഒരു സമീപനം, ആ ഒരു സമീപനമാണ് നമ്മളെയൊക്കെ പലരെയും ആകർഷിക്കുന്ന ഒരു സമീപനമാണ് ശരിക്കും. ഇവരൊക്കെ സമാധാനത്തോടുകൂടി സംസാരിക്കുന്നവരാ. ആ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമല്ല അത്. ഈ ഒരു അടക്കല് അല്ലെ, അടക്ക എന്ന് പറയുകയല്ലേ നമ്മുടെ, അടക്കിലുള്ള ഒരു അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു സമീപനം. എന്തായാലും നമുക്ക് അമ്മയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. ഇന്ന് സപ്തമ സ്കന്ധത്തില് 6-ാമത്തെ അധ്യായം. പ്രഹ്ലാദൻ സ്തുതിച്ചത് എങ്ങനെയാണ്, ഈ പ്രഹ്ലാദൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ കുട്ടിക്കാലം, ബാല്യകാലം എങ്ങനെയാണ്, പ്രഹ്ലാദൻ ഉപദേശിക്കുന്ന ഉപദേശം അല്ലെ, 6-ാമത്തെ കൗമാര ആചരണ പ്രജ്ഞ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം, സ്തുതിയിൽ നല്ലൊരു ഉപദേശമാണ് നമുക്ക്. അത് തന്നെ ഇനി വേറൊരു സ്റ്റൈലില് കുട്ടികാർക്ക് കൊടുക്കുന്ന ഉപദേശം നമുക്ക് പ്രഹ്ലാദൻ എന്ന് കേൾക്കാം. അത് ആ പ്രഭാഷണത്തിലേക്ക് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി സർല ചേച്ചിയെ ഈ സപ്താഹയജ്ഞത്തിന്റെ 5-ാമത്തെ ദിവസത്തെ അവസാനത്തെ പ്രഭാഷണത്തിനായിട്ട് പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൂർണാതിമോദമൊടു ഭക്തരെ രക്ഷ ചെയ്യുവാൻ പൂർണാലയത്തിലമരുന്നൊരു പത്മനാഭ, പൂർണ്ണപ്രമോദമടിയന്റെ മനോനഭസിൽ പൂർണ്ണത്രയീശ പരിചോടു വിളങ്ങിടേണേ. ശ്രീ പൂർണ്ണത്രയീശ ശരണം. വാഗർദ്ധാവിവ സംപ്രക്തൗ പ്രതിപത്തയേ ജഗത വന്ദേ പാർവതീ പരമേശ്വരോ. പാർവതീപദേ ഹര ഹര മഹാദേവ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആദ്യമായിട്ട് തന്നെ മനോത്തിരുമേനിക്കൊരു പാദ നമസ്കാരം. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ തിരുമേനിയുടെ പിറന്നാൾ പ്രമാണിച്ച് നടത്തുന്ന ഈ സപ്താഹത്തില് പങ്കെടുക്കാൻ പറ്റിയത് അതിനൊരു ദൈവാനുഗ്രഹം, അതിനൊരു പാദ നമസ്കാരം. അച്ഛന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഉണ്ടാവണേന്നൊരു പ്രാർത്ഥന. പിന്നെ നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരുടെയും കൂടെ ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ പറ്റിയതിന് അതിന് ഭഗവാനോട് നന്ദി പറയുക. ഇന്നിപ്പോ എനിക്ക് തന്നിട്ടുള്ളത് സപ്തമസ്കന്ധത്തിലെ 6-ാം അധ്യായമാണ്. അതായത് ഈ അസുരക്കുട്ടികൾക്ക് പ്രഹ്ലാദൻ നൽകണ ഉപദേശമാണ് വിഷയം. അപ്പോ ഇതിന്റെ സപ്തമസ്കന്ധത്തിന്റെ വിഷയം എന്ന് പറയുന്നത് കർമ്മവാസന അല്ലെങ്കിൽ ഊതി. അപ്പൊ ഈ ഭഗവാന്റെ കൃപ എല്ലാവരിലും ഉണ്ടെങ്കിലും നമ്മുടെ കർമ്മവാസന അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ജന്മം. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ദുഃഖവും സുഖവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ദുഃഖത്തിന് കാരണം കർമ്മവാസനയാന്ന് പറഞ്ഞല്ലോ. ഈ വാസനകള് 3 തരത്തിലുണ്ട്. അത് ദൈവീകം, ആസുരീയം, മാനവീയം. അപ്പൊ ഈ 15 അധ്യായങ്ങളാണ് നമ്മുടെ ഈ അധ്യായത്തിൽ സപ്തമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലുള്ളത്. അപ്പൊ അതിലത്തെ ഓരോ 5 അധ്യായങ്ങള് ആണ് ഈ 3 വാസനകളെയും നമുക്ക് വിസ്തരിച്ച് തരുന്നത്. അപ്പോ അതില് ആസുരീയം എന്ന് പറയുന്നത് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അവരുടെ ജീവിതം. ദൈവീകം എന്ന് പറയുന്നതാണ് പ്രഹ്ലാദന്റെ. അപ്പൊ പ്രഹ്ലാദൻ നമ്മളെ കാണിച്ചു തരികയാണ് ഈ എങ്ങനെയാണ് ദൈവീകമായിട്ട് നമ്മൾ ആത്മസമർപ്പണത്തോടു കൂടി എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമുക്ക് ഭക്തി ഉണ്ടാക്കാം. ഇത് 5 വയസ്സുള്ളൊരു കുട്ടിയാണ് തൻ്റെ
സഹപാഠികളായ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ പഠിപ്പോ അതൊന്നുമില്ല, ചെറിയ കുട്ടിയാണ്. അപ്പൊ ഈ ഹിരണ്യകശിപുവിന്റെ വർണ്ണനയിലൂടെയാണ് ആസുരീയ വാസനകൾ എന്ന് പറഞ്ഞല്ലോ. യുധിഷ്ഠിര നാരദ സംവാദമാണ് ഈ മാനുഷിക ധർമ്മങ്ങളും വാസനകളും ഒക്കെ വിവരിക്കുന്നത്. ഇതില് ദൈവിക വാസനകള്, അതെന്താണ് ഈ ദൈവിക വാസനകള്, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെ പ്രാപ്തമാക്കാം, ഇതൊക്കെയാണ് ഈ പ്രഹ്ലാദന്റെ ഈ ഉപദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഹ്ലാദൻ പറയണു, ഭഗവാൻ നിഷ്പക്ഷനാണ്, യാതൊരു രാഗദ്വേഷാദികളും ഒന്നുമില്ല, ആരോടും ഇല്ല, എല്ലാരോടും സമഭാവനയാണ്. പിന്നെ ചിലപ്പോ തോന്നും ദേവന്മാരോട് എന്തോ ഇത്തിരി പ്രത്യേകത ഉണ്ടോ കൂടുതലെന്ന്. അങ്ങനെയൊന്നുമില്ല, അത് നമുക്ക് തോന്നണതാണ്. അസുരന്മാരോട് ഇത്തിരി ചായ്വ് കുറവുണ്ടോ, അതും തോന്നാം നമുക്ക്. പക്ഷെ അങ്ങനെയൊന്നും തോന്നണ്ടെന്നാണ് പറയണത്. അതിന് നമ്മള് ഗീതയില് രാജവിദ്യ രാജഗുഹ്യ യോഗ എന്ന് പറയുന്ന ആ 9-ാം അധ്യായത്തില് 29-ാമത്തെ ശ്ലോകത്തിൽ പറയണു, സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. അതായത് ഭഗവാൻ പറയാണ്, എനിക്ക് ആരോടും ദേഷ്യോ അല്ലെങ്കിൽ വെറുപ്പോ അല്ലെങ്കിൽ നീ സ്നേഹക്കൂടുതലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ ഭക്തിപൂർവം ഭജിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഞാൻ അവരുടെ ഉള്ളിലുണ്ട്, അവര് എന്നിലുണ്ട്. പക്ഷെ ആളുകൾ അങ്ങോട്ട് മനസ്സിലാക്കണില്ല. അപ്പൊ അതിന് ഒരു ഉദാഹരണം ഈ ശങ്കര ഭഗവത്പാദർ പറഞ്ഞിട്ടുണ്ട്. അതായത് അഗ്നി, അതായത് തീയ്, അത് നമ്മൾ തൊട്ടാ പൊള്ളും. പക്ഷെ നല്ല തണുപ്പ് കാലത്ത്, നല്ല മഞ്ഞ് കാലത്ത് കുറെ വിറകൊക്കെ കൂട്ടിയിട്ട് ചവറൊക്കെ കൂട്ടിയിട്ട് ആളുടെ തീ കായണ കണ്ടിട്ടില്ലേ? അതുപോലെ ആ അഗ്നിയുടെ അടുത്ത് ഇരുന്നാൽ നമുക്ക് ആ തണുപ്പിന്നൊരു മോചനം, ഒരു സുഖം, ഒരു എന്താ പറയാ, ഒരു സന്തോഷം, ആ തണുപ്പിന്ന് രക്ഷപ്പെട്ടിട്ട് ആ ചൂട് കിട്ടുമ്പോൾ ഒരു അനുഭൂതി. നേരെ മറിച്ച് തീയ് കൂട്ടിയിട്ടുണ്ട്, പക്ഷെ വളരെ അകലെ പോയിരുന്നിട്ട് ഈ ചൂട് കിട്ടണില്ല കേട്ടോ, എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? ഭഗവാനോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അനുഭൂതികൾ ഉണ്ടാവുക. ഭഗവാനോട് അകന്നിരുന്നാൽ ഭഗവാന് നമ്മളോടല്ല കേട്ടോ അകൽച്ച, നമുക്ക് ഭഗവാനോടാണ് അകൽച്ച. നമ്മൾ ഭഗവാനിലേക്ക് അടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഭഗവാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പാടുള്ളൂ. നമ്മള് ശ്രമിച്ച് അതിനുള്ള വഴി നാമജപം, ശ്രവണം, കീർത്തനം എന്ന് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഭഗവാനോട് അടുക്കുക തന്നെ വേണം. പക്ഷെ ഈ ഭഗവാൻ ഉണ്ടല്ലോ, ആരാധിക്കണ ആളെയും അധിക്ഷേപിക്കണ ആളെയും ഒക്കെ മുക്തി കൊടുക്കും എന്നാണ് ഇപ്പൊ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ജീവിതത്തിലൂടെ നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഹിരണ്യകശിപുവിന് എന്തൊരു വെറുപ്പായിരുന്നു അല്ലേ? ഹരി എന്ന് പറഞ്ഞത് പോലും ദേഷ്യാണ്. ഉത്രേമ വിദ്വേഷ ഭക്തിയുള്ള ഹിരണ്യകശിപുവിനാണ് ഈ ഇങ്ങനെയുള്ള ഒരു സൽസന്താനം, അതായത് സൽഗുണ സമ്പന്നൻ അല്ലേ, ഭാഗവതൻ, മഹാഭാഗവതൻ, അങ്ങനെ ആയിട്ടുള്ളൊരു പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ കുമാരൻ ഉണ്ടാവണത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഭഗവാൻ നരസിംഹാവതാരം എടുത്ത് ഹിരണ്യകശിപുവിന് മോക്ഷം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഭഗവാന് ദേഷ്യമില്ല ആരോടും, ഹിരണ്യകശിപുവിനാണ് ദേഷ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഈ ഹിരണ്യകശിപുവിന് ഉണ്ടായതാണല്ലോ ഇങ്ങനെ ഒരു സൽഗുണസമ്പന്നനായ മോൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആരാണ് അസുരൻ, മഹത്തുക്കൾ ആരാണ്, എങ്ങനെയാണ് നമ്മൾക്ക് അവരെ വേർതിരിച്ചറിയാൻ പറ്റുക? അതായത് സ്വന്തം ദുഃഖം അത് അത് കുഴപ്പമില്ല, എന്നാ അന്യരുടെ ദുഃഖം കാണുമ്പോ നമ്മളിലെ സഹാനുഭൂതി, കരുണ, ദയ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് മഹത്തുക്കൾ. അല്ലാണ്ട് എന്റെ ദുഃഖമാണ് ഈ ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലുത്, മറ്റുള്ളവരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് വെറും മിഥ്യയാണ്, അതിനല്ല എന്റെ ദുഃഖം നോക്കൂ എന്ന് പറഞ്ഞ് വിലപിക്കണില്ലേ, അതാണ് അസുരത്വം എന്ന് പറയണത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറ്റി
നല്ല മഹത്തുക്കളാവാൻ സത്സംഗത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ആശ്രയത ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഈ പ്രഹ്ലാദന് എന്തൊക്കെ ഗുണങ്ങളാ ഉണ്ടായിരുന്നത്? പ്രഹ്ലാദൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ഹ്ലാദ എന്നാൽ ആനന്ദം, സന്തോഷം എന്നാണ്. അപ്പോ പ്രഹ്ലാദൻ ആനന്ദത്തിൽ വർത്തിക്കുന്നവൻ, എപ്പോഴും ആനന്ദാണ് പ്രഹ്ലാദന്റെ ഉള്ളില്. പിന്നെ പറയണു പ്രകൃഷ്ട ഹൃദയ ഹ്ലാദയസ്യ, പരമമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ആനന്ദം. അതില് മറ്റു ദുർവിചാരങ്ങളൊന്നുമില്ല, ക്ലിയർ മനസ്സാണ്. അതാണ് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ. ആ മനസ്സിൽ ആരോടും ദേഷ്യമോ, ഇപ്പൊ ഈ അച്ഛനോട് തന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രഹ്ലാദന് വെറുപ്പില്ല. അച്ഛന് അച്ഛൻ്റെതായിട്ടുള്ള സ്ഥാനം കൊടുത്തു തന്നെയാണ് ഇരുന്നത്. അപ്പൊ അങ്ങനെ പരമമായ ആനന്ദം അനുഭവിക്കുന്നവൻ പ്രഹ്ലാദൻ. പിന്നെന്താ പറഞ്ഞേക്കണത്? പ്രഹർഷേണ ഹ്ലാദയന്തി, അന്യന് ആനന്ദം, തനിക്ക് മാത്രമല്ല, തനിക്ക് ആനന്ദം ഉണ്ട്, മറ്റുള്ളവരിലേക്കും ആനന്ദം പകർന്നു കൊടുക്കുക. അങ്ങനെയുള്ള ആളാണ് പ്രഹ്ലാദൻ എന്ന് പറയണം. അപ്പോ അതായത് പ്രഹ്ലാദൻ എന്ന് പറയണത് സ്വയം എന്താ പറയാ, ആത്മാനന്ദൻ അല്ലെങ്കിൽ ആ ആനന്ദ സ്വരൂപമാണ്. അന്യർക്ക് ആനന്ദം പകർന്നോടത്ത് അതില് സന്തോഷിക്കുന്നവനാണ്. പ്രഹ്ലാദന്റെയോ ശീല സമ്പന്നനാണ്. പിന്നെയോ ബ്രാഹ്മണരെ ബഹുമാനിച്ചിരുന്നു, ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു, സകല ജീവികളെയും തന്നെ പോലെ തന്നെ കരുതിയിരുന്നു, ഗുരു ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചിരുന്നു. പിന്നെയോ ഒന്നിലും ആസക്തി ഇല്ലായിരുന്നു. അസുര വംശത്തിലാണ് പിറന്നതെങ്കിലും ഒരു ആസുരീയ ലക്ഷണവും പ്രഹ്ലാദന് ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള പ്രഹ്ലാദനെ വകവരുത്താനാണ് അച്ഛനായ ഹിരണ്യകശിപു ശ്രമിച്ചത്. കുറെയൊക്കെ ചെയ്തു നോക്കി, അതൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ, അതിന് വീണ്ടും ഇവിടെ പറയണ്ടല്ലോ. അവസാനം ഉണ്ടല്ലോ, സഹി കെട്ടിട്ടാണ് ആ ഗുരുക്കന്മാരോട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട്, എനിക്കിനി വയ്യ ഇവനെ വെച്ചോണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ ചണ്ടാമർക്കന്മാര് ഏറ്റെടുക്കണത്. അങ്ങനെ പ്രഹ്ലാദനെ അവര് കൂട്ടിക്കൊണ്ടു പോവാം. പ്രഹ്ലാദന് ഒരിക്കലും ഗുരുഭക്തിക്ക് ഒരു കുറവും വരുത്തിയില്ല കേട്ടോ, പിതൃഭക്തിക്കും കുറവ് വരുത്തിയില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടു അങ്ങനെ പ്രഹ്ലാദനെ നന്നാക്കാൻ ഇവരെ ഏൽപ്പിച്ചു. പക്ഷെ അവര് പറഞ്ഞതൊന്നും പ്രഹ്ലാദന് അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. പ്രഹ്ലാദന്റെ മനസ്സിൽ ഹരി മാത്രമേ ഉള്ളൂ. ഈ ആസുരീയത പഠിപ്പിച്ച പ്രഹ്ലാദന് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഈ കുട്ടികൾ പതുക്കെ പ്രഹ്ലാദനോട് അടുക്കാൻ തുടങ്ങി. പ്രഹ്ലാദന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടട്ടോ, നമുക്ക് നോക്കാം അതെന്താണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ചണ്ടാമർക്കന്മാര് പുറത്തു പോയേക്കണ സമയമായിരുന്നു. കുട്ടികൾ നോക്കുമ്പോ ആരും ഇല്ല. വേഗം അവരെല്ലാരും കൂടെ പ്രഹ്ലാദന്റെ ചുറ്റും കൂടി. എന്നിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ, നിനക്ക് എന്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പോലെയല്ല കേട്ടോ, നിനക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അറിയാലോ, കുറച്ചൊക്കെ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? നിനക്ക് എന്തോ ഒരു ജ്ഞാനമുണ്ട് ഞങ്ങളിലൊക്കെ, ആ അല്പം ജ്ഞാനം ഞങ്ങളെയും കൂടെ ഒന്ന് ഉപദേശിക്കാമോ? അങ്ങനെ ആ അസുരം ബാലന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരായിട്ടാണ് ഈ ഷഷ്ടാധ്യായം തുടങ്ങുന്നത്. പ്രഹ്ലാദ ഉവാച എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രഹ്ലാദൻ തുടങ്ങുന്നത്? കൗമാര ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥദം യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷാ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത്. തുടങ്ങാണ് പ്രഹ്ലാദൻ. ഈ കുട്ടികൾ ചോദിച്ചല്ലോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്ന്. എന്നാ ശരി, അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രഹ്ലാദൻ പറയാണ്, കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങണം കേട്ടോ ഭഗവാനോടുള്ള ഭക്തി. ഇനി ഇത്തിരി വലുതായിട്ടാവാം ഇതൊക്കെ തുടങ്ങണത് എന്നുള്ളൊരു ഇത് വേണ്ട. അതുകൊണ്ട് വളരെ ചെറുതിലേ തന്നെ ഭാഗവത ധർമ്മം ഒക്കെ പാലിക്കണം. ഈ മനുഷ്യജന്മം കിട്ടണത് എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്. എപ്പോഴും മനുഷ്യജന്മം കിട്ടില്ല, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ കിട്ടണ നമ്മുടെ ജന്മം വളരെ
എന്താ പറയാ, നല്ല രീതിയിൽ സൽപ്രവൃത്തികളിൽ കൊണ്ടുപോയിട്ട് സത്സംഗങ്ങളൊക്കെ നടത്തിയിട്ട് ഭഗവാനിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുക. നമ്മൾ ശ്രമിക്കുക. എത്ര പെട്ടെന്നൊന്നും നമുക്ക് ഭക്തിയൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അതിനാണ് നമ്മൾ ഈ നാമസങ്കീർത്തനത്തിലൂടെയും സത്സംഗത്തിലൂടെയും പുരാണ പാരായണത്തിലൂടെയും ഇതുപോലെ ക്ലാസ്സുകളിലൂടെയും എല്ലാം അങ്ങനെ 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 പതുക്കെ 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 ഭഗവാന്റെ അടുത്തേക്ക് വരിക. നമുക്ക് മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്ര സ്ഥിരമൊന്നുമല്ല. എപ്പോ വേണമെങ്കിലും ഇത് ഒരു മെഷീൻ പോലെയാണ്. മെഷീൻ എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ അതവിടെ നിന്ന് പോകും. നമ്മുടെ അത് ശ്വാസം എപ്പോഴാണ് നിൽക്കണേന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇതിങ്ങനെ ശ്വസിക്കുമ്പോ നമുക്ക് ഞാൻ എന്ന് പറയാം, ഞാനാണ് അത് ചെയ്തതെന്ന് പറയാം, എനിക്ക് അത് പറ്റുള്ളൂ എന്ന് പറയാം. പക്ഷെ ഈ ശ്വാസം അടുത്ത നിമിഷം നിന്ന് പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഒരു നല്ല കാര്യവും പിന്നത്തേക്ക് നീട്ടിവെക്കരുത്. അതാണ് നമ്മൾ ഒന്നാമത് ആലോചിക്കേണ്ടത്. പിന്നെ ലൗകിക സുഖങ്ങൾ എന്ന് പറയുന്നത് വന്നും പോയും ഒക്കെ ഇരിക്കും. ദുഃഖം നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം ഒന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പക്ഷെ അതുപോലെ തന്നെ സുഖവും വരും കേട്ടോ. പക്ഷെ നമ്മള് സുഖം വളരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ആ ദുഃഖത്തിന്റെ വ്യാപ്തിയാണ് നമ്മളിൽ കൂടുതൽ. കാരണം സുഖം നമുക്ക് എപ്പോഴും സന്തോഷം തരണതാണ്. സുഖമായിട്ടിരിക്കുമ്പോ ആരും ഈശ്വരനെ വിളിക്കാറില്ല. ആ ഈശ്വര എനിക്ക് നല്ല സുഖാട്ടോ എന്ന് ആരെങ്കിലും പറയോ? പക്ഷെ ഒരു ദുഃഖം വരുമ്പോഴും എന്തിനാ ഭഗവാനെ എനിക്ക് ഈ ഗതി വെച്ചത്, എന്തിനാ എനിക്ക് ഈ ദുഃഖം തന്നത്, അങ്ങനെയാണല്ലോ ചോദിക്കുക. അപ്പൊ ദുഃഖം വരുമ്പോ അതുകൊണ്ടുള്ള കുന്തിദേവി ഭഗവാനെ എനിക്ക് അവിടുത്തെ എപ്പോഴും സ്മരിക്കണം, എനിക്കൊരു ദുഃഖം തന്നാ മതി എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ ഭഗവാനോട് കൂടുതൽ അടുത്തിരിക്കാൻ വേണ്ടി അങ്ങനെയും ചോദിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ എന്നാണ്. ഇതിപ്പോ ഈ ദുഃഖവും സുഖവും തമ്മിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ലഡു കിട്ടിയെന്ന് വെച്ചോളൂ. ആ ലഡു നമ്മൾ വായിലേക്ക് ഇട്ടു, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല മധുരം ആയി, നല്ല സ്വാദ്, നല്ല സുഖം. പക്ഷെ അതങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അറിയണത്, അയ്യോ അത് തീർന്നു പോയിട്ടോ, ഇനി ഇല്ലാലോ, നല്ല സ്വാദായിരുന്നു, നല്ല സുഖമായിരുന്നു. അപ്പൊ അവിടെ ദുഃഖം വന്നു. പിന്നെ അതും അല്ലാന്ന് വെച്ചോളൂ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർച്ചയാ അതൊന്ന് വായിന്ന് താഴ്ത്തു പോയി. അപ്പൊ നമുക്ക് കഴിക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്തു, കഴിക്കാനും പറ്റിയില്ല, അത് പോവുകയും ചെയ്തു. അതിലും വലിയ നിരാശയും ദേഷ്യവും സങ്കടവും ഒക്കെ വരൂലേ? അപ്പൊ ഒരു ദുഃഖം വരാനും ഒരു സന്തോഷം വരാനും നമുക്ക് അധികം സമയം വേണ്ട. അപ്പൊ എന്താ വേണ്ടത്? ആ കിട്ടുന്ന സന്തോഷം നമ്മൾ നല്ലോണം ആസ്വദിക്കുക. ദുഃഖം വരുമ്പോഴെങ്കിലും ഭഗവാനെ വിളിക്കാം. അത് പരിഭവം പറയാനല്ല കേട്ടോ, അത് താങ്ങാനുള്ളൊരു ശക്തി എനിക്ക് തരണേ. ദുഃഖം വരരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പക്ഷെ അത് താങ്ങാനുള്ള ശക്തി തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഈ സുഖഭോഗങ്ങൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ആസ്വദിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. കാരണം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ക്ഷയിക്കണതാണ്. കുറെ കഴിയുമ്പോൾ നമുക്ക് വാർദ്ധക്യം വരും, നമ്മുടെ ആരോഗ്യം പോവും, നമ്മുടെ ശക്തി ക്ഷയിക്കും, രോഗങ്ങൾ പിടികൂടും. അപ്പൊ എന്താ? മൃത്യു നമ്മുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സൗഹൃദത്തിന്റെ പേരിലല്ലേ പറഞ്ഞു. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അത് എപ്പോ വേണമെങ്കിലും നമ്മളെ പിടികൂടാം എന്നുള്ളൊരവസ്ഥയിലുള്ള ഒരാളാണ് ഈ മൃത്യു അല്ലെങ്കിൽ കാലൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവത് ഭക്തി, അപ്പൊ ആ ഭക്തി ഉണ്ടെങ്കിലുണ്ടല്ലോ, അപ്പൊ കാലൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നു വന്നാലും നമ്മൾ എന്താ പറയാ, താൻ തന്റെ ഡ്യൂട്ടി ചെയ്തോളാം, ഞാന് ഭഗവാനെ വിളിച്ചോണ്ടേയിരിക്കും. അപ്പൊ എന്താ, നമുക്ക് ആ ഭഗവാന്റെ ഭാഗത്തേക്ക് പോവാനായിട്ട് പറ്റും. അപ്പൊ ഈ ഭഗവത് ഭക്തി കൊണ്ട് കിട്ടുന്ന ശാന്തിയും സമാധാനവും വേറെ ഒന്നേയും നമുക്ക് കിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഭക്തി ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാത്തിനും അധികാരിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ തന്നെ, ഹരിയെ തന്നെ ശരണം പ്രാപിക്കണം എന്നാണ് പറയുന്നത്. ഹരിഭക്തി അതൊന്നും മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയസുഖത്തിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കാണ്ട് നമ്മുടെ ആയുസ് പാഴാക്കുന്നേ ഉള്ളൂ. മുകുന്ദപാദ സേവ, അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നമ്മളെല്ലാവരും മുകുന്ദനെ സേവിക്കുക, ഹരിസ്മൃതിയിൽ കഴിയുക. ഇങ്ങനെ പിന്നെ പറയണു, നമ്മുടെ മനുഷ്യ ആയുസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 100 വർഷം എന്ന് കണക്കാക്കുക. അപ്പൊ പകുതി പകലും പകുതി രാത്രി ആയ സ്ഥിതിക്ക് 50 വർഷം രാത്രിയായിട്ട് പോകും.
പിന്നെ ഒരു 50 വർഷമേ നമുക്ക് ഉള്ളൂ എന്നാണ് ഈ കണക്ക്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാല് ആദ്യത്തെ ബാല്യം, അല്ലെ, കൗമാരം, യൗവനം, അത് കഴിഞ്ഞാൽ പിന്നെ ആ യൗവനത്തിൽ നമുക്ക് പ്രാരബ്ധങ്ങളായി, അല്ലെ, ഗൃഹം, ഭാര്യ, കുട്ടികള്, ഭർത്താവ്, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കല്, പിന്നെ കുട്ടികളുണ്ടായാലും പോരാ, അവരുടെ കല്യാണം, പിന്നെ ചിലർക്ക് പേരക്കുട്ടികളുടെ കാര്യം നോക്കണം, ചിലർക്ക് പേരക്കുട്ടിയുടെയും കുട്ടീനെ കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അത്രയ്ക്കൊന്നും നമ്മൾ ആഗ്രഹങ്ങളൊന്നും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. എന്നിട്ടോ ആരെങ്കിലും ഒന്ന്, അയ്യോ അത് അവിടെ ഒരു സത്സംഗം ഉണ്ട് കേട്ടോ, വരണട്ടോന്ന് ചോദിച്ചാൽ എനിക്ക് സമയമില്ല കേട്ടോ, എനിക്ക് പ്രാരബ്ധാണ്, അത് തീർന്നിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പ്രാരബ്ധം തീർന്നു കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള കഴിവുണ്ടാവുമോ? ഭഗവാനെ വിളിക്കാൻ പറ്റും. എന്നാലും നമ്മളൊന്ന് ശ്രമിക്കും. ഇനിയിപ്പൊ എന്റെ എല്ലാം ഒരുവിധമൊക്കെ ഒതുങ്ങി, ഒന്ന് നാമം ജപിക്കാണ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ജപിക്കാൻ പറ്റുക? നമുക്ക് ആരോഗ്യമില്ല, നിവർന്നിരിക്കാൻ പറ്റൂല, ബുദ്ധി പ്രവർത്തിക്കണില്ല, ഭഗവാന്റെ രൂപം തന്നെ നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റുമോന്ന് പോലും നമുക്ക് അറിയണില്ല. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സമുദ്രത്തിൽ കുളിക്കാൻ പോണ പോലെയാ. നമ്മൾ വിചാരിക്കണം ഒന്ന് സമുദ്രത്തിൽ പോയി കുളിച്ചിട്ട് വരാന്ന് വിചാരിച്ച് നമ്മൾ സമുദ്രത്തിലേക്ക് പോകണം. എന്നിട്ട് ആ കരയിൽ ചെന്ന് നിൽക്കുമ്പോ, സമുദ്ര തീരത്ത് ചെന്ന് നിൽക്കുക, ശരി ഒന്ന് കുളിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് വലിയൊരു തിര വരിക. അപ്പൊ വിചാരിച്ചു ഈ തിര അങ്ങോട്ട് വന്ന് പോട്ടെ, എന്നിട്ടാവാം കുളിക്കണമെന്ന്. അങ്ങനെ കാലെടുത്ത് വെക്കാൻ പോകുമ്പോഴത്തേക്കൊണ്ട് ദേ അടുത്ത തിര വരും. അങ്ങനെ തിര ഒഴിഞ്ഞിട്ട് നമുക്ക് സമുദ്രത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? ആ തിര, അത് സമുദ്രത്തിന്റെ സ്വഭാവമാണ്, തിര വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ ആ തിരയിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് കുളിച്ച് പൊങ്ങി വരണം. അപ്പൊ അതിനുള്ള ഒരു എന്താ പറയാ, തൻ്റെ ഇടന്നോ അല്ലെങ്കിൽ അതിനുള്ള ഒരു നമ്മുടെ ആത്മധൈര്യം, അതൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ കതിർമ കൊണ്ട് വളം വെച്ച ചെടിക്ക് പിടിക്കില്ല എന്ന് പറയില്ലേ, അതുപോലെ നമ്മള് വയസ്സായി മരിക്കാറാവുമ്പോഴല്ല ഇതിനൊക്കെ തുനിയേണ്ടത്. കുട്ടിയിലെ തന്നെ ഭക്തിമാർഗത്തിലേക്ക് തിരിയണം. അപ്പോഴേ നമുക്ക് വയസ്സാകുമ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ടോ വയസ്സാകുമ്പോ ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയും, ഞാൻ എന്തോരം നാമൊക്കെയാ ജപിക്കണേ, ഒന്നും ആവണില്ല കേട്ടോ, ഭഗവാന് സാധിക്കാൻ പറ്റണില്ല എന്നാ തോന്നണേന്ന് പറയും. ഭഗവാന് അങ്ങനെയൊന്നുമില്ല, ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലുള്ള, നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഭഗവാൻ, ഒന്ന് മിനുക്കി എടുത്താൽ മതി. അപ്പൊ പ്രഹ്ലാദൻ കുട്ടികളോട് പറയാണ്, നിന്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട് ഭഗവാൻ, എന്റെ ഉള്ളിലുണ്ട് ഭഗവാൻ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ആസുര ഭാവം ഒന്ന് കളഞ്ഞാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ വേണ്ടത്? സ്നേഹം, ദയ, കാരുണ്യം, അതൊക്കെ അങ്ങോട്ട് നിറയ്ക്കും. അപ്പോ നിങ്ങളും എന്നെ പോലെ തന്നെയാവും, നല്ല രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. എന്നിട്ട് പ്രഹ്ലാദൻ പറയാണ്, എനിക്ക് നാരദ മഹർഷി എന്നാണ് കേട്ടോ ഈ ജ്ഞാനം കിട്ടിയത് എന്ന്. അപ്പൊ കുട്ടികൾക്ക് അത്ഭുതമായി, അതെങ്ങനെയാണ്? ഇവിടെ എന്താ പറയാ, ജയിലിലിട്ട പോലെയാ, ഇതിന്ന് ഒരടി പുറത്തേക്ക് പോകാൻ പറ്റില്ല, പിന്നെ നിനക്ക് എങ്ങനെയാ ഈ നാരദനെ കണ്ടുമുട്ടാൻ പറ്റിയ? അതൊക്കെ എനിക്ക് ഇത്തിരി സംശയം ഉണ്ട് കേട്ടോ ഞങ്ങക്ക് എന്ന് അവർക്കൊരു സംശയം. അപ്പൊ പ്രഹ്ലാദൻ പറയാണ്, നാരദനെ അന്വേഷിച്ച് ഞാൻ പുറത്തേക്ക് പോയതല്ല, നാരദൻ എന്റെ ഗൃഹത്തിൽ വന്ന് ചെയ്തത്, എനിക്ക് ഉപദേശം തന്നത്. അതിന് നിന്റെ ഗൃഹത്തിൽ ഒന്നും ഉപദേശം തരാനായിട്ട് നാരദരിലൂടെ അങ്ങ് വന്നിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാ? അപ്പോ നമ്മുടെ പ്രഹ്ലാദൻ പറയാണ്, അത് ഇപ്പൊ നടന്ന സംഗതിയല്ല, എന്റെ അമ്മ ഗർഭിണിയായിരുന്നല്ലോ, ആ സമയത്ത് നടന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ആ കഥ പക്ഷെ 7ാമത്തെ സ്കന്ധത്തിലാണ് അതിന്റെ ആ ജ്ഞാനോപദേശം, എങ്ങനെയാണ് നാരദ മഹർഷി ഉപദേശം കൊടുത്തതെന്നുള്ളത് പറയുകയാണ്. പക്ഷെ ഈ 6ാമത്തെ സ്കന്ധത്തില് ഈ ദൈത്യപുത്രന്മാരിങ്ങനെ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് 6ാമത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണാക്കുകയാണ്. ദൈത്യപുത്രാവോചു പ്രഹ്ലാദ ത്വംഭയം ജാപി നർത്തേന്യം വിദ്മഹേ ഗുരും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം ബാലാനാം അപി ഈശ്വരോ ബാലസ്യാന്തഃപുരസ്തസ്യ മഹത്സംഗോ ദുരന്വയ ചിന്തി ന സംശയം സൗമ്യ സ്യാചേത് വിശ്രംഭകാരണം. ഞാൻ നാരദന്റെ അടുത്ത് പോയതല്ല, അദ്ദേഹം എന്റെ ഗൃഹത്തിൽ വന്ന് ഉപദേശിച്ചതാണ്.
അതായത് അമ്മയുടെ ഗർഭാവസ്ഥയിലാണ് എനിക്ക് ഉപദേശം തന്നത്. അപ്പൊ നാരദ മഹർഷി പറയണു, ഗർഭാവസ്ഥയില് കുട്ടി ഗർഭത്തിൽ ഇരിക്കുമ്പോ തന്നെ കുഞ്ഞിന് ജ്ഞാനം നേടാൻ കഴിയും. നിങ്ങള് അപ്പോഴേ അമ്മ ഗർഭിണി ആയിരിക്കുമ്പോ തന്നെ നിങ്ങള് ഇതുപോലുള്ള സൽപ്രവൃത്തികള്, സത്സംഗം, ഇപ്പൊ നമ്മൾ തന്നെ അമ്പലത്തില് പോയിട്ട് ഇതൊക്കെ ഭജനമൊക്കെ ഇരിക്കാറില്ലേ പ്രഗ്നന്റ് ആവുമ്പോ? പുരാണ കഥകൾ വായിക്കുക, ഭാഗവതം വായിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഈ കുട്ടിക്ക് മനസ്സിലാവും എന്നാ പറയണത്. ഇപ്പോ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിന് ഗവേഷണം നടത്തിയിരിക്കുകയാണ്. ഗർഭിണിയായിരിക്കണ ആ അവസ്ഥയിലെ അമ്മയുടെ ചിന്തകള് കുട്ടിയെ അഫക്റ്റ് ചെയ്യുമെന്ന്. എന്നിട്ട് അവര് കണ്ടുപിടിച്ചു, അമ്മയുടെ മാനസികാവസ്ഥ കുട്ടിയില് ചലനങ്ങൾ ഉണ്ടാക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ അവരിപ്പോഴാട്ടോ കണ്ടുപിടിച്ചത്. നമുക്കിവിടെ ഭാഗവതത്തിൽ തന്നെ നാരദ മഹർഷി അന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ ഒരു ഡ്രോബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ നമ്മള് ഇതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണില്ല. ഇതിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ഈ മുത്തുമണികളൊക്കെ നമ്മുടെ സാഗരത്തില് ഉണ്ട്, അതൊന്ന് മുങ്ങി തപ്പിയെടുത്താൽ മതി എന്നുള്ളൊരു ജ്ഞാനം നമുക്കും കിട്ടുന്നത് ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൂടെയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന് സഹായിച്ച മനു തിരുമേനിക്ക് നൂറ് കണക്കിന് പാദ നമസ്കാരം കേട്ടോ. ഒരു എന്താണ്, കൊറോണയിൽ തുടങ്ങിയ നമ്മുടെ ഭാഗവത ഉപാസനയാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും ഒന്നും കയറാൻ പറ്റാറില്ല. എന്നാലും ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഇതിൽ എന്നും പങ്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എല്ലാവർക്കും പാദനമസ്കാരം ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഭഗവത് പാതാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. രണ്ട് അമ്മമാരുടെയും അല്ലെ, നമ്മളെ ശരിക്ക് പ്രഹ്ലാദനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ശരിക്ക്. ആ ഒരു സപ്തമസ്കന്ധവും ഷഷ്ടസ്കന്ധവുമാണ് കൂടുതലും ഇത്തവണ പ്രഭാഷണത്തിൽ, പിന്നെ ഏകാദശവും. ഇത് രണ്ടും ഒന്ന് ഊതി ഒന്ന് പോഷണം അല്ലെ, ഭക്തിക്ക് പോഷണമാകുന്ന കഥകളും പിന്നെ ജ്ഞാനപ്രദമായിട്ടുള്ള ഏകാദശവും, ഇത് രണ്ടും ശരിക്കും ഭാഗവതം സെലക്ട് ചെയ്ത് തന്ന പോലെ തോന്നുകയാണ്. എന്തായാലും വളരെയധികം രണ്ട് അമ്മമാരുടെയും പ്രഭാഷണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു അല്ലെ. ഈ ഒരു സായാഹ്നം പുണ്യമാക്കി ശരിക്കും. നമുക്കും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വാക്കുകൾ ഒക്കെ ഇതുപോലെ സമാധാനമായിട്ട് പറയാനൊക്കെ സഹകരിക്കുന്നത് ഉള്ളിലെ ഭാവമാണ് ശരിക്കും ഈ ഒരു സമാധാനം. ആ സമാധാനമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. എന്തായാലും നമുക്കത് അനുഭവവേദ്യം ആക്കി തന്നു. അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇനിയും ധാരാളം അവസരങ്ങൾ ഭാഗവതം പാരായണം ചെയ്യാനും നാരായണീയം പാരായണം ചെയ്യാനും അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ ചെയ്യാനും സ്വയമായിട്ട് സാധനകളും ജപമൊക്കെ ചെയ്യാൻ, ധാരാളം തീർത്ഥാടനങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യം, ആയുസ്സും ആരോഗ്യവും ഭഗവാൻ കൊടുക്കണേന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം.